another method of initializing class objects. This can be used for base class constructor and also for derived class constructors. So the general syntax for this method is constructor, then argument list followed by a colon, then initialization section. അതായത് നേരത്തെ പോലെ തന്നെ constructor is the name of the constructor function, class name ആയിരിക്കും. Then argument list, which all arguments that we are passing to the function will be there, and followed by an initialization section. ഇവിടെ നമ്മൾ പറയും ഏതൊക്കെ ആർഗ്യുമെന്റിന് ഏതൊക്കെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡേറ്റ മെമ്പേഴ്സിന് ഏതൊക്കെ വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇനീഷ്യലൈസേഷൻ സെക്ഷനിലാണ് പറയുന്നത്. And that list is also called initialization list. Then comes the body of the constructor function. The assignment section എന്ന് പറഞ്ഞിരിക്കുന്നത് that is nothing but the body of constructor function. Okay. ഇപ്പോൾ derived ക്ലാസ്സിലെ ഡേറ്റ മെമ്പേഴ്സും ഇനീഷ്യലൈസ് ചെയ്യണം. അത് വേണമെങ്കിൽ ഇനീഷ്യലൈസേഷൻ സെക്ഷനിൽ എഴുതാം, അല്ലെങ്കിൽ അസൈൻമെന്റ് സെക്ഷനിലും എഴുതാം. പക്ഷെ ബേസ് ക്ലാസിന്റെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനീഷ്യലൈസേഷൻ സെക്ഷനിൽ എഴുതിയിരിക്കണം. വിൽ സീ ദ എക്സാമ്പിൾ. ഓക്കെ, ക്ലാസ് XYZ, ഇതിപ്പോൾ ഇൻഹെറിറ്റൻസ് ഇല്ലാത്ത ഒരു സിമ്പിൾ എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് വി വിൽ സീ വൺ എക്സാമ്പിൾ. ക്ലാസ് XYZ, there are two data members int A and int B. Then XYZ constructor ആണ് int I, int J. ഓക്കെ, ഇത് ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. ഐയും ജെയും രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് വരുന്നത് ഈ വേരിയബിളിൽ വരും. ഇനി കോളൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ വാല്യൂ വെച്ചിട്ട് ഈ എനെയും ബിനെയും ഇനീഷ്യലൈസ് ചെയ്യുന്നത്? അപ്പൊ ഇത് വരുന്ന ആർഗ്യുമെന്റ്സ് എന്തായാലും ഈ ക്ലാസ്സിൽ രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യണം. അതിനായിട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വേണം വിത്ത് 2 പാരാമീറ്റേഴ്സ്. അപ്പൊ അതിനുള്ള വേരിയബിൾ നെയിംസ് ഐ ജെ എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഐയും ജെയും വെച്ച് എയും ബിയും എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇനീഷ്യലൈസേഷൻ സെക്ഷനിൽ പറയുന്നത്. എ ഐ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഇതൊരു ഫംഗ്ഷൻ കോഡ് പോലെ പാരാന്തസിസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മീനിങ് ഇതാണ്: ഡേറ്റ മെമ്പർ എ വിൽ ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ ഐ. അതായത് ഫസ്റ്റ് പാരാമീറ്റർ എന്താണോ വന്നത് അത് എക്ക് അസൈൻഡ് ആവും. സെക്കൻഡ് പാരാമീറ്റർ എന്താണോ വന്നത് അത് ഇൻറ്റു 2 വിൽ ബി അസൈൻഡ് ടു ബി. ഓക്കെ, അപ്പൊ ഇവിടെ ജെ നേരിട്ട് ബിക്ക് അസൈൻ ചെയ്യല്ല, ജെ മൾട്ടിപ്ലൈഡ് ബൈ 2 വിൽ ബി അസൈൻഡ് ടു ബി. ബിയിലേക്ക് ജെ മൾട്ടിപ്ലൈഡ് ബൈ 2 എന്നുള്ള വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പൊ ജെ തന്നെ മതി, ഈ ജെ എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കാവുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ്. ഇനി ഇപ്പൊ ആക്ച്വലി ഈ എക്സാമ്പിളില് ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡെഫിനേഷൻ ഒന്നും കാണിക്കാത്തത്. ഇപ്പൊ ഒരു വാല്യൂ ഇവിടെ ഒരു വാല്യൂ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. ദാറ്റ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. Now we are creating an object of class XYZ. Name of the object is P, and we are passing two values 2 and 3. 2 and 3 evada varum? 2 will be assigned to I and 3 will be assigned to J. Appo endayirikku A ide B ide value after the creation of the object? A will be having value I. I is 2. So A will be 2. And what about the value of B? B will be 2 into J. What is the value of J? 3. So B will be 2 into 3. So B will be 6. So after the creation of this object, A will be initialized with 2 and B will be initialized with 6. So this is another method. We'll see the previous example which make use of this kind of initialization. Another point that is to be kept in mind is data members are initialized in the order of declaration, independent of the order in the initialization list. അതായത് ഇപ്പം നമ്മൾ തൊട്ടുമുമ്പ് എക്സാമ്പിൾ കണ്ടു, XYZ int I വെച്ചിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന XYZ P2 3 ഐക്കും ജെയ്ക്കും വാല്യൂ പാസ് ചെയ്യുന്ന കേസ് കണ്ടു. ഇനി അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ മെമ്പേഴ്സ് ഇനീഷ്യലൈസേഷൻ ലിസ്റ്റിൽ ഏത് ഓർഡറിലാണെങ്കിലും ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഡിക്ലറേഷൻ്റെ ഓർഡറിലായിരിക്കും. അതായത് ക്ലാസ്സിൽ
ഡേറ്റ മെമ്പർ ഏത് ഓർഡറിലാണ് ഡിക്ലെയർ ചെയ്തത്. ഇപ്പം ഇൻറ്റ് എ കഴിഞ്ഞിട്ടാണ് ഇൻറ്റ് ബി എങ്കിൽ എ ആണ് ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ആദ്യം എ ഇനീഷ്യലൈസ് ചെയ്യും, പിന്നീട് ബി ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അത് ഓർക്കുക, അതാണ് മെയിൻ പോയിന്റ്. അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഒരു ഫസ്റ്റ് എക്സാമ്പിൾ XYZ ഇൻറ്റ് I ഇൻറ്റ് J കോളൻ ബി ഐ എ ഓഫ് I പ്ലസ് ജെ. വാട്ട് ഈസ് ദ മീനിങ്? ബി ഏത് വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും? I വെച്ച്. ഈ സെയിം ഒബ്ജക്ട് ക്രിയേഷൻ തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ വാല്യൂ 2 ആണ്. സോ I will be having 2 and J will be having value 3. Okay. So B will be initialized with I, that is B will be 2, and A will be I plus J. Okay, that is 2 plus 3, 5. So this will be the case. A will be initialized with 5 and B will be initialized with 2. Okay, so though B is in the initialization list first, A will be initialized first. A ആയിരിക്കും ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് XYZ ഇൻറ്റ് I J AI, B A star J. Okay, so AI again I is 2 and J is 3. So I ക്ക് 2 ആണ്. അപ്പോൾ A will be 2. What happens to B? B will be 2 into 3. So 2 3s are 6. So this is another example. Okay, now consider another statement. XYZ int I int J B I, A B star J. Okay, so B will be initialized with 2 and A will be initialized with B star J. Is this possible? This is not possible because എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ബി സ്റ്റാർ ജെ ആണ്. ഇവിടെ ബി ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഡിക്ലറേഷനിൽ എ ആണ് ആദ്യം. അപ്പം എ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ ദിസ് ഇസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് ദിസ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, പ്രീവിയസ് കേസസിലെല്ലാം എയ്ക്ക് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ എയ്ക്ക് ആദ്യം 2 കിട്ടും, ആ 2 ഇൻറ്റു ചെയ്താൽ ബി കിട്ടിയേനെ. ഓക്കെ, ഇവിടെയാണെങ്കിലും എയ്ക്ക് ആദ്യം 2 + 3 കിട്ടും, കാരണം ഐയും ജെയും ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എയുടെ വാല്യൂ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബി ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇനീഷ്യലൈസ്ഡ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏത് ഓർഡറിൽ എഴുതിയാലും പ്രശ്നമില്ല, പക്ഷെ ആദ്യം ഡിക്ലെയർ ചെയ്ത ഏതാണോ അതാണ് ആദ്യം initialize ചെയ്യുള്ളൂ. Okay, now we will see one example in which how initialization list, that is another method of initializing class objects, is used in alpha, beta, gamma example to initialize constructors of base class and its own constructor. Okay, so here the same class alpha, index alpha constructor is there with a 1 parameter, I is assigned to x, and we are displaying alpha constructor. Then class beta with 2 data members of float type p and q, and the constructor is accepting 2 parameters float type float b, and here we are using initialization list. So this is the argument list a and b, whatever is passed will be assigned to A and B followed by colon, and this is the initialization list. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിൽ കൺസ്ട്രക്ടേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് സെക്കൻഡ് മെത്തേഡ്, അതായത് ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ P of A, what is the meaning? P will be assigned with the value of A. P will be assigned with the value of A. ഇപ്പോൾ എയ്ക്ക് ഇവിടെ എന്ത് വാല്യൂ ആണോ വന്നത് ആ വാല്യൂ ആർക്ക് കിട്ടും? പിക്ക് കിട്ടും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് Q? Q will be assigned with B plus P. ബിക്ക് എന്ത് വാല്യൂ ആണോ വന്നത് that plus പിയുടെ വാല്യൂ will be the value of Q. Okay, so this is an example of initialization list, and we are just printing inside the body, we are just printing beta constructor.
Then the third class, and here there is inheritance. ഇതുവരെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് യൂസ് ചെയ്തതിൽ ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നില്ല. ഒരു സിംഗിൾ ക്ലാസ് യൂസ് ചെയ്യുന്ന കേസേ കണ്ടുള്ളൂ. ആൻഡ് ഹിയർ വി ക്യാൻ സി ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ദർ ഇസ് multiple inheritance here. There are two data members in gamma, u and v, and this is the constructor of the class gamma, and this is the argument list int a, b, float c. അതായത് 3 വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് എത്ര വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാനുണ്ട്? ഇവിടെ ഒരു 2 വാല്യൂ ഉണ്ട്, ഇവിടെ 1, ആൻഡ് ഫ്ലോട്ട് പി ക്യൂ ഇവിടെ 2 ഉണ്ട്. അപ്പൊ 1 plus 2, 3 plus 2, 5 values need to be initialized, but arguments list contain only 3 values. So we can see how it is initialized with these 3 values. Okay, so here we are calling first constructor of alpha class by passing a star 2. ശരിക്കും ആൽഫയ്ക്ക് എത്ര ഡേറ്റ മെമ്പർ ഉണ്ട്? 1 ഉള്ളൂ. അപ്പൊ അതിന് ഒരു വാല്യൂ പാസ് ചെയ്താൽ മതി. അത് എ അല്ല പാസ് ചെയ്യുന്ന എ സ്റ്റാർ 2 ആണ്. അതായത് എ എന്താണോ കിട്ടിയ അത് ഇൻറ്റു 2 ഇതിന് പാസ് ചെയ്യും. സോ അതിന്റെ കാര്യം ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ബീറ്റ? ബീറ്റ ഹാസ് ഗോട്ട് 2 വാല്യൂസ്, 2 ഡേറ്റ മെമ്പേഴ്സ്. അപ്പൊ അതിന് 2 വാല്യൂ കിട്ടണം, എങ്കിൽ മാത്രമേ അതിന് പിക്കും ക്യൂവിനും ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടും സെയിം സി തന്നെയാണ് പാസ് ചെയ്യുന്നത്, ഫ്ലോട്ട് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇഷ്ടമാണ്. ആസ് എ പ്രോഗ്രാമർ യു ക്യാൻ ചൂസ് വിച്ച് വാല്യൂസ് ടു പാസ്, വെദർ ഇറ്റ് ഷുഡ് ബി സെയിം വാല്യൂസ് ഓർ ഡിഫറെന്റ് വാല്യൂസ്. അപ്പൊ ഈ എക്സാമ്പിളില് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരൊറ്റ സി വാല്യൂ ഇവിടെ ഉള്ളൂ, പക്ഷെ അത് 2 പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. സെയിം സി തന്നെ 2 പാരാമീറ്റർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിക്കും ക്യൂവിനും, അതായത് എക്കും ബിക്കും സി തന്നെ വാല്യൂ വരും. പിക്ക് അപ്പൊ എന്ത് വാല്യൂ വരും? സി എന്താണോ അത് വരും. ക്യൂക്ക് എന്ത് വരും? ബി പ്ലസ് പി വരും, അതായത് സി പ്ലസ് പിയുടെ വാല്യൂ വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ്. ആൻഡ് തേർഡ് വാല്യൂ ഇസ് യു ഈസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് എ. Okay, U is actually a data member of gamma class itself. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ വേരിയബിൾസിനെ either ഈ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ബോഡിയിലും എഴുതാം. അപ്പോൾ അത് രണ്ടും ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ, ഒരു ഡേറ്റ മെമ്പർ ഇനീഷ്യലൈസേഷൻ ലിസ്റ്റിന്റെ കൂടെ അതർ വൺ ഇസ് ഗിവൺ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. കൺസ്ട്രക്ടറിന്റെ ഡെഫിനിഷന്റെ അകത്താണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ യു ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എക്ക് എന്ത് വാല്യൂ ആണോ കിട്ടിയത് അത് വെച്ചിട്ട് യുവിനെ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സോ ഇൻസൈഡ് ദ ബോഡി വി ഈക്വൽ ടു ബി, അതായത് സെക്കൻഡ് വാല്യൂ വിനെ ബി വെച്ച് സെക്കൻഡ് പാരാമീറ്റർ ആണ്, സെക്കൻഡ് ആർഗ്യുമെന്റ് വെച്ചിട്ട് വിനെ ഇനീഷ്യലൈസ് ചെയ്തു. ആൻഡ് വി ആർ ജസ്റ്റ് പ്രിന്റിംഗ് ഗാമ കൺസ്ട്രക്റ്റഡ്. ദെൻ കംസ് ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ ഗാമയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി 3 പാരാമീറ്റർ ഗാമ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അത് വെച്ചിട്ട് 5 വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രീവിയസ് മെത്തേഡിൽ എത്ര പാരാമീറ്റർ ഉണ്ടോ അത്രയും വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വേറൊരു സ്റ്റൈലും. ഇപ്പൊ ഇവിടെ 3 വാല്യൂസ് ആർ 2, 4 ആൻഡ് 2.5. പി ക്യൂ യു വിയുടെ വാല്യൂസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പാസ് ചെയ്യുന്നത് 2 ആണ്. സോ എ വിൽ ബി 2, ബി വിൽ ബി 4 and C will be 2.5. Okay, so alpha A star 2. അപ്പോൾ എത്താണ്? എക്സിന് എന്ത് വാല്യൂ വരും? എക്സ് വിൽ ബി 2 star 2, that is 4. ഓക്കെ, ഈ ആൽഫേനെ വിളിച്ചിരിക്കുന്നത് 2A star 2 ആണ്. അപ്പൊ അതായത് 2 ആണ് വന്നത് ഇൻറ്റു 2, 4 ഇവിടെ വരും. അപ്പൊ എക്സിലേക്ക് ആ 4 അസൈൻ ചെയ്യും. സോ എക്സ് വിൽ ബി 4. വാട്ട് അബൌട്ട് പി ആൻഡ് ക്യൂ? സെക്കൻഡ് ബീറ്റേനെ വിളിച്ചിരിക്കുന്നത് സി കോമ സി എസ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? 2.5 ആണ്. 2.5 തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ എ വിൽ ബി 2.5 ആൻഡ് ബി വിൽ ബി 2.5. രണ്ടിനും 2.5 വാല്യൂ വന്നു. ഇപ്പൊ പിക്ക് 2.5. അപ്പൊ പി എയുടെ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ എ 2.5, അപ്പൊ പി വിൽ ബി 2.5. വാട്ട് അബൌട്ട് ക്യൂ? ക്യൂ ഈക്വൽ ടു ബി പ്ലസ് പി. B 2.5 ആണ്, P is 2.5. Q യുടെ value will be 5. Okay, so this will be the value of P and Q.
And what about next u and v? അടുത്ത ക്ലാസ്സിലെ ഡേറ്റ മെമ്പേഴ്സ് u ഉം v ആണ്. u directly a ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So value of u will be 2. Then what about v? v equal to b. b യുടെ value 4. So v equal to 4. Okay. So this is how values get initialized, and now what will be the output? Outputൽ നമ്മൾ ഇപ്പോൾ തൽക്കാലം വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് കൊടുത്തിട്ടില്ല. You can include that code if you want. ജസ്റ്റ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഏത് കൺസ്ട്രക്ടേഴ്സിന്റെ ഓർഡർ കാണിച്ചിട്ടുണ്ട്. ബീറ്റയാണ് ആദ്യം കൺസ്ട്രക്റ്റഡ് എന്ന് വരുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ഇൻ ഡെറിവേഷൻ വി ഹാവ് ഗിവൺ ബീറ്റ ഫസ്റ്റ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ക്ലാസസ് ഇൻ ദ ഡെറിവേഷൻ? ദാറ്റ് ഡിറ്റർമിൻസ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ബീറ്റ കഴിഞ്ഞിട്ടാണ് പബ്ലിക് ആൽഫ. ബീറ്റയുടെ കൺസ്ട്രക്ട് ഇവിടെ എഴുതുന്ന ഓർഡറിന് സിഗ്നിഫിക്കൻസ് ഇല്ല. ഇതായിരിക്കും ആദ്യം ഇൻവോക്ക് ചെയ്യുന്ന ബീറ്റ. അപ്പൊ ഇത് ആദ്യം വരും. ഓക്കെ, അപ്പൊ ബീറ്റ കൺസ്ട്രക്റ്റഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എന്തായാലും ആൽഫയാണ്, ആൽഫയുടെ കൺസ്ട്രക്റ്റിന്. അതിനുശേഷം ഗാമ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് initialization of objects using initialization list. So the next topic is member classes or nesting of classes. So C++ support another way of inheriting properties of one class into another. That is, one class can contain object of another class. അതായത് ഒരു ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിനെയാണ് മെമ്പർ ക്ലാസ്സസ് അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, so consider this example. There is class alpha, class beta and class gamma, and see, class gamma contains object of class alpha and class beta. Alpha A, that is object of class alpha, and beta B, that is object of class beta. Okay, so here gamma contains objects of class alpha and beta. So the concept is called nesting of classes or containership. It is also referred to as containership. Now one of the main point that is to be noted is constructors of all member objects should be called before its own constructor body is executed. Okay, അതായത് ഒരു ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിൻ്റെ മെമ്പർ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടേഴ്സ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. അതിന് ശേഷമാണ് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ, ക്ലാസ് ഗാമ with two member objects, one from alpha and one from beta, alpha A and beta B. Okay, now there is a public constructor declared. The general format is first shown: gamma argument list colon A argument list 1 comma B argument list 2. ഇത് ജനറൽ ഫോമാറ്റ് ആയിട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഗാമ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ടർ വഴി ആരെയൊക്കെ ഇനീഷ്യലൈസ് ചെയ്യണോ അതിന് വേണ്ട ആർഗ്യുമെൻറ്റ്സിൻ്റെ ഫുൾ ലിസ്റ്റ്. അതൊരു ജനറൽ ടേമായിട്ട് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം കോളൻ. ഇനി ഈ ക്ലാസ്സിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് മെമ്പർ ഒബ്ജക്ട്സ് ഉണ്ട്, അവരുടെ കൺസ്ട്രക്ടേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതിനുവേണ്ടി എ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് 1. ആക്ച്വലി ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് 1 ഇസ് ദ list of arguments for initializing objects of class alpha. ഓക്കെ, സോ ആൽഫ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ആർഗ്യുമെൻറ്റ് ലിസ്റ്റാണ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് 1. ദെൻ ബി ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ സിമിലർലി ഒബ്ജക്ട്സ് ഓഫ് ക്ലാസ് ബീറ്റ ഇസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് 2. ഓക്കെ, അപ്പോൾ അതിന് ഈ ഒരു ഫോമാറ്റിൽ വിളിച്ചാൽ മതി. ദിസ് ഈസ് കൺസിഡർഡ് ആസ് എ ഫങ്ഷൻ കോൾ. ഒബ്ജക്റ്റ് നെയിം വെച്ച് വിളിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇൻവോക്ക് കൺസ്ട്രക്ടേഴ്സ് ഓഫ് ക്ലാസ് ആൽഫ ആൻഡ് ബീറ്റ. നൗ ബോഡി ഓഫ് ക്ലാസ് ഗാമ, it may contain initialization of objects for gamma. Okay, now consider one example in which gamma
is given argument list int x, int y and float z colon a of x comma b of x z. So what is the meaning? Gamma is the constructor of the class gamma and the argument list, ഈ constructor pass ചെയ്യുന്ന list of all the arguments. There is an integer variable x, integer variable y and a float value z. It can be assigned to any of the values in the initialization list. അപ്പോൾ ഇവിടെ initialization ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തത് a of x ആണ്. എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടറെ ഇൻവോക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എ ഓഫ് എക്സ്. ഫങ്ഷൻ കോൾ പോലെ അത് ആക്ട് ചെയ്യും. എ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് പാസ് ചെയ്ത് ആൽഫ എന്ന ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ അവിടെ ക്ലാസ്സിൽ എന്ത് വാല്യൂ ആണോ അതിന് എക്സിൻ്റെ വാല്യൂ അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ ബി ഓഫ് എക്സ് കോമ ഇസഡ്. അപ്പോൾ ദാറ്റ് വിൽ ഇൻവോക്ക് കൺസ്ട്രക്ടർ ഓഫ് ബീറ്റ ക്ലാസ് ബൈ പാസിങ് ടു വാല്യൂസ് എക്സ് ആൻഡ് ഇസഡ്. ഓക്കെ, അപ്പോൾ എക്സ് ഇസഡ് എന്ന രണ്ട് വാല്യൂ, ബീറ്റ ക്ലാസ്സിൽ രണ്ട് ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്. സോ അതിന് വേണ്ടി രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഗാമയിൽ എന്തെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള കോഡ് അതിൻ്റെ ബോഡി പാർട്ടിൽ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ തൽക്കാലം ഒന്നും കാണിച്ചിട്ടില്ല. ദെൻ അനദർ പോയിൻ്റ് ഈസ് ദാറ്റ് നമ്മൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ കൊടുക്കുന്ന വാല്യൂസ് തന്നെ ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യാൻ പാസ് ചെയ്യണം എന്നില്ല. അതായത് മെമ്പർ ഒബ്ജക്ട്സിൻ്റെ ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഓൾസോ പാസ് സം അതർ ആർഗ്യുമെൻറ്റ്സ്. ഇതാണ് മേ ഓർ മേ നോട്ട് യൂസ് ആർഗ്യുമെൻറ്റ്സ് ഫ്രം ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റിലുള്ള വാല്യൂ തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. Okay, so this is the concept of member classes or nesting of classes. Okay, so what is nesting? It is the concept in which one class contain object of another class.